ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം. 40 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല. സർ സിപിയുടെ കാലത്ത് ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി സർക്കാർ നേരിട്ട് കർഷകരെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി. പൂർണ്ണമായും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിൽ പ്രധാന കൃഷി നെൽകൃഷിയാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് നെൽകൃഷിക്ക് ചെലവ് കൂടുതലാണെങ്കിലും പരമ്പരാഗത കൃഷി എന്ന രീതിയിൽ കർഷകർ ഓരോ വർഷവും മക്കുവള്ളിയിൽ നെൽകൃഷി ചെയ്തു വരുന്നു. എന്നാൽ ഇത്തവണ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കതിരാവേണ്ട നെല്ലിന് അജ്ഞാത രോഗം ബാധിച്ച് കൃഷി പൂർണ്ണമായും നശിച്ചു. നമ്മൾ ഏത് പാടത്ത് ചെന്നിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് പറിച്ചാലും നടുക്കിറങ്ങിയാലും അരികിലിറങ്ങിയാലും എല്ലാം ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയാണ്. ഇതിനകത്ത് ഒരു നെല്ലില്ല. ഈ ഒരു കതിരിനകത്ത് ഒറ്റ നെല്ലില്ലാത്തതാണ്. ഇതുണ്ടോ, എല്ലാം പതിരാണ്. മുൻകാലങ്ങൾ ഇങ്ങനെ വളഞ്ഞ് നീണ്ടിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കും. ഇതിപ്പോ ഇങ്ങനെ വടി പോലെയാണ് നിൽക്കുന്നത്. ഇത് ഒരു നെല്ല് പോലും ഈ കതിരയിലില്ല. ഈ സാധനം ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സംശയം തോന്നി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ നെല്ല് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മഴ കൂടുതലായിരിക്കും, കാലാവസ്ഥയുടെ ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് എന്തോ അസുഖമാണ് എന്നുള്ള വിവരമാണ്. 40 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് ഒന്നായി നശിച്ചത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പ് അധികൃതരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും രോഗമെന്തെന്ന് കണ്ടെത്താനായില്ല. ഓരോ വർഷവും ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി 1500 കിലോ മുതൽ 2500 കിലോ വരെ നെല്ല് മക്കുവള്ളി പാടശേഖരത്തിൽ ലഭിച്ചിരുന്നു. ഇത്തവണ 150 കിലോ പോലും നെല്ല് ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. കതിരാവേണ്ട നെല്ല് മുഴുവനും പതിരായി മാറിയതോടെ ഒരു വർഷത്തെ അധ്വാനം പാഴായി. കൃഷിച്ചെലവിനായി മാത്രം 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണെന്നും കർഷകർ പറയുന്നു. സർക്കാരിന്റെ പ്രത്യേക പരിഗണനയും ധനസഹായവും ലഭിച്ചാൽ മാത്രമേ നെൽകൃഷിയുമായി ഇനി മക്കുവള്ളിയിലെ കർഷകർക്ക് മുന്നോട്ട് പോകാനാകൂ. കൈരളി ന്യൂസ്, ഇടുക്കി.